നാട്ടിലുള്ള കുതിര സൈസൊന്നും അല്ല കേട്ടോ, അതിനേക്കായി എക്സ്ട്രാ വലിപ്പമുള്ള ഒരു കുതിര. ചായ തിളപ്പിച്ച് തരാ നിനക്കിന്ന്. കടലിന്റെ അടുത്തൊന്ന് ആരെങ്കിലും ചായ വെക്കുവോ? ഓടി കയറിക്കോ. കൊച്ചിന്റെ കൈ ചുമന്ന് ഇവിടെ റാന്തലൊക്കെ കത്തിച്ചിട്ടുണ്ട്. അല്ലേടി നമുക്ക് ഇച്ചിരി കാപ്പ് വിടാതെ. കയ്യിലും കാണയൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങള് നമ്മൾ കൊടുത്ത ഭക്ഷണം അന്തസ്സായിട്ട് കഴിക്കണം. ആബി നിന്റെ കാശ് കളിക്കാൻ തീറ്റ കൊടുത്തത്. ഡ്രൈവ് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് പറയും? ആബി ഉറങ്ങി. പശുഫാമല്ല, അത് നമ്മള് അന്ന് പോയപ്പോ ഇവിടെ കാണാൻ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിത് ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളിത് കുതിരയെ കണ്ടപ്പോൾ, നമ്മുടെ നാട്ടിലുള്ള കുതിര സൈസൊന്നും അല്ല കേട്ടോ, അതിനേക്കായി എക്സ്ട്രാ വലിപ്പമുള്ള ഒരു കുതിരകളെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ നിർത്തിയതാ. എക്സാക്ട് ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയില്ല എവിടെയാന്നുള്ളത്. ഷാനിലും നിത്യമൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. എന്നെ വലുതല്ലേ? ആനയോ? മറ്റേ ആന പോലെ ഇരിക്കണം. എന്റെ മുടിയുണ്ടോ? എന്തൊരു മുടിയോ? അവര് വണ്ടി കയറി, അവർക്ക് തണുപ്പുണ്ട്, അതുകൊണ്ട് വണ്ടി കയറി. നമ്മൾ എക്സാക്ട്ലി എങ്ങടെ പോകുന്ന? ആൽമയ്ക്കോ? ഞങ്ങള് വൈകുന്നേരം ഡ്രൈവ് പോവാന്ന് വിചാരിച്ച്. സ്റ്റൗ എടുത്തിട്ടുണ്ട്, വല്ല എന്താ പറയാ, തണുപ്പുണ്ട് കേട്ടോ. തണുപ്പാണ് നമുക്ക് അധികം, എനിക്ക് തോന്നുന്നില്ല കുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നാട് കാണിക്കാന്ന് പറഞ്ഞ ഷാനിലെ നിത്യനെ വിളിച്ച് കയറ്റി വണ്ടിയില്. അവര് ഇന്നലെ വന്നതാ, ഈസ്റ്റർ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നതാ അവര്. ആരാലും ഒന്ന് അന്തം വിട്ട് പോവാ കുതിരനെ കണ്ട. പോവാ, ടാറ്റ പോവാ. വാ, നമുക്കൊന്ന് പയ്യെ മുന്നോട്ട് വണ്ടി എടുത്തല്ല, പിടിച്ചടി. ചായ തിളപ്പിച്ച് തരാ നിനക്കിന്ന്. 3:44 ആയുള്ളൂ. നമ്മളിപ്പോൾ കണ്ട കുതിരകളെല്ലാം ഒരു ബോർഡ് ലീഫ് റാഞ്ച് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥയിലുള്ള കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു 800 ഏക്കറിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെ എന്തോ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു 45 മിനിറ്റ് മോങ്ടണിൽ നിന്നുണ്ട്. ഞങ്ങൾ ആൽമയിലേക്ക് പോകുന്ന റൂട്ടിലൂടെയാണ് വന്നത്. മോങ്ടണിൽ നിന്ന് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ലൊക്കേഷൻ. ഏകദേശം ഒരു നമ്മുടെ ഹോപ്പൽ റോക്സിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം. ബീഫാന്ന് നമ്മൾ ഈ ബ്രെഡ് പറയാനുള്ള, ഞാനും പറയാനുള്ള. ആകെ ഒരു ഏതാണ്ട് ബ്ലേഡ് പോലത്തെ ഒരു കഷ്ണം എത്തിക്കുന്നത്. വന്ന വഴിക്ക് എല്ലാവർക്കും വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറി കുറച്ച് സാൻഡ്വിച്ചും പിന്നെ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മുട്ടയും പിന്നെ വെള്ളവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു.
അതാണ് ഈ കാറിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ആൽമ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്ന്. ഇത് ഏതൊരു സ്ഥലം? എക്സാക്ട് ലൊക്കേഷൻ ഇത് ആൽമ തന്നെടി. ആണോ? വലിയ തണുപ്പില്ല അവിടെ അല്ലേ? വലിയ തണുപ്പില്ലല്ലോ. ഞങ്ങളിതേ ഇവിടെ ഒരു അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടാനല്ല, സ്റ്റവൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇരുന്ന് ഒന്ന് ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ ഞങ്ങൾ തപ്പി ഇറങ്ങി തപ്പി ഞങ്ങളിതേ ഇവിടെ ഒരു കടലിൻ്റെ തീരത്തെത്തി. പക്ഷെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പില്ല. നമ്മൾ വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. അങ്ങറ്റത്ത് ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഷണിലും നിൽക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയിട്ടില്ല. കൊച്ചു കരയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. ഇത് കണ്ടോ, കിട്ടില്ല വ്യൂ അല്ലേ. ഇതൊരു പബ്ലിക് പൂൾ. അത് മെമ്പർഷിപ്പ് ബേസിസിൽ ഇവിടെ ആൾക്കാർ നീന്താൻ പറ്റുന്ന സ്ഥലമാണ്. മീൻപിടുത്തക്കാരോ? ഞാൻ അതല്ല ജാക്കറ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് വലിയ തണുപ്പ് തോന്നുന്നില്ല കേട്ടോ. ഇല്ലേ? അപ്പം പിന്നെ പറഞ്ഞിട്ട് തരില്ല. ആബിയെ, എന്താ അവിടെ ചടങ്ങ്? വാട്ടർ ബോട്ടിൽ ഇല്ലേ ആബിയുടെ? അമ്മ തന്നില്ലേ വാട്ടർ ബോട്ടിൽ? നിങ്ങൾ മാത്രം ഇറങ്ങി കടൽ കണ്ടാ മതിയോ? ഇറങ്ങണോ? ഇറങ്ങണോ? അപ്പം ഇറക്കാം. അപ്പം ഇറക്കാം. ഷൂട് അപ്പം ഇറക്കി തരാം കേട്ടോ. പെട്ടെന്ന് ഷൂട്. ഷൂട് അപ്പം ഇറക്കാം. ഞങ്ങൾ ഒരു സദ്യക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റവ് എടുക്ക്. വേറൊന്നും വേണ്ട. അവള് വരും. നമുക്ക് ഇവിടെ നിർത്താലോ, ഇവിടെ സെറ്റപ്പ് ചെയ്യാലേ. ആദ്യം അടുപ്പ് എത്തിച്ചു വെക്കാം. അത്ര വലിയ വേസ്റ്റ് ബിൻ അല്ല അത്. ഒരു മിനി അടുക്കള ഉണ്ട് ഇതിനകത്ത്. അബിയെ, ബിയറല്ല അത്, ഗ്യാസ്. ഇതിപ്പോ ലാഭമായല്ലോ എന്നല്ലേ. ആദ്യം ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം ചായ കഴിക്കല്ലേ? അല്ലേ, അത് തന്നെ ഒരു ചൂടൻ ഇത് വെക്ക്. അങ്ങനെ ഡ്രൈവർ സീറ്റിൽ കയറുന്ന ഓഫ് ചെയ്ത് തരും. ഓഫ് ചെയ്യാ. ഞാൻ ഈ കൊച്ചിന്റെ വാട്ടർ ബോട്ടിൽ നോക്കിയത് എങ്ങോട്ട് പോണേ? പൊട്ടിച്ചിട്ടേ കഴുകി എടുക്കണം. അത് കഴുകി വെച്ചാറിനെ നിൽക്കണം. എന്നാലും നീയല്ലേ കഴുകി വെച്ചെന്നല്ലേ, അതാ എനിക്ക് സംശയം. ഈ തികയോ നമുക്കല്ലേ? 3 കൂടെ 4 കൂടെ. നീ വിചാരിക്കണ്ട എന്തിന്റെ സുഖേടായിട്ടാണ് ഈ തണുപ്പത്ത് ഇവിടെ നിന്ന് ഇവിടെ തണുത്ത് കുറച്ചൊക്കെ ചായ. കത്തി സാധനം കത്തി. ഓ, അങ്ങനെ പാല് കാച്ചായി. ആബിയ ഇതുണ്ട്.
ഇത് മറ്റേ മിസ്റ്റർ ബട്ട്ലേഴ്സ് പ്ലേറ്റ്. ബസ്മതി ഇല്ല. സമൂസ ഫ്രോസണാ, ഇത് ഡീഫ്രോസ് കത്രിയില്ല, കത്തിയില്ല. ഇത് പ്രശ്നം. എന്നാലും ആബിയുടെ വാട്ടർ ബോട്ടിൽ എന്ത് ഒരു പിടുത്തൂല. ആ ഇനി ഉണ്ടല്ലോ, 4 പേരില്ലേ. പഞ്ചസാര. എടി ആബിയുടെ സ്പൂൺ ഉണ്ടോ അതില്? ആബിയുടെ സ്പൂൺ ഉണ്ടോ? ആബിയുടെ സ്പൂൺ ഉണ്ട്. അത് റാന്തല്. ഇവിടെ അതിവിടെ മറ വെക്കാം. അവക്കടെ വാട്ടർ ബോട്ടിൽ കാണാനല്ലേ നീ കൊച്ചിന്റെ? ഞങ്ങള് ജസ്റ്റ് അതെ അത് കൊച്ചിന്റെ മിഠായി. അത് കൊച്ചിന്റെ മിഠായി. ഇത് ഒരു ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. അത് തന്നെ. വെള്ളം പിന്നെ മുട്ട, പിന്നെ ഇത് ഒനിയൻ സാൾട്ട്, പിന്നെ കുറച്ച് ചീസ്. കടലിന്റെ അടുത്തൊന്ന് ആരെങ്കിലും ചായ വെക്കുവോ? കിട്ടിയ ഉള്ള വെള്ളം കിട്ടണ വെള്ളമായി. ആവി മാറിക്ക്. അല്ല എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. ഇവന്മാരൊക്കെ ഇപ്പൊ തണുത്ത് വറച്ചിക്ക. ചായ ആകുമ്പോഴത്തേക്ക് ഇവരെ ഐസ് പെട്ടിയായി പോകും. അല്ല അത് നിങ്ങൾ കാണിച്ച തരം. അല്ല ഞാൻ നിങ്ങളെ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, ഇവിടെ ചായ കൊണ്ടുവന്നല്ല. പിന്നെ ഇതൊക്കെ പുറത്ത് വെച്ചേ. ഈ സ്ഥലം കാണിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോയെന്നായിരിക്കും. ഇത് പുറത്തേക്കടാ. നാറാണത്തെ ഭ്രാന്തന്റെ പണിയല്ലേ, എല്ലാം പുറത്തിറക്കി. ആവേ അൺലോക്കാണോ? ശിഥിലമായി പോവാ. കണ്ടോ ലോക്കാ. ഓടി കയറിക്കോ. കൊച്ചിന്റെ കൈ ചുമന്ന് തുറക്കണോ? എന്റെ പൊന്നു മോനെ എന്നെ ചെയ്യാൻ പണി. ഹലോ ഗൈസ്, ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് മാറുകയാണ് ഗൈസ്. കൊച്ചു ഇരുന്നോട്. മൂക്കൊക്കെ ചുമന്ന് എന്റെ പൊന്നെ കൈയൊക്കെ ഐസും കട്ടി. ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ക്യാമ്പ് ഫയർ കൊണ്ട് ആ ചൂടത്തിരുന്ന് ഒരു ചായ കളിപ്പിച്ച്. അത് ഓഫായിക്കോട്ടെ, മതിയോടാ. അതെ, ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുക്കളയായിട്ട് വന്നേക്കാണ്. മിനി അടുക്കള. ഞങ്ങളുടെ പുതിയ ലൊക്കേഷൻ. പുതിയ ലൊക്കേഷൻ ഇറങ്ങിപ്പോ. തോന്നാം. പക്ഷെ ഇവിടെ പക്ഷെ തണുപ്പില്ല കേട്ടോ, തണുപ്പുറമുണ്ട്. കാക്ക പറഞ്ഞുപോയി, നിനക്ക് യോഗമില്ല മോനെ. അവിടെ തണുപ്പുറമുണ്ട്. അതെ, നമ്മൾ പിക്നിക്കിന് വന്നേക്കാണ്. ആ വെള്ളം മാറുന്നുണ്ടോ? ഓ സക്സസ്. ഇതിനകത്ത് ഒരു ഗ്ലാസ് ചായ കളിപ്പിച്ച് കുടിച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നിന്ന് 2 മിനിറ്റ് കൊണ്ട് ചായ കളപ്പിക്കാൻ നോക്കിയപ്പോ എന്താ മൂഡ്. വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നില്ല. ആബിക്ക് സന്തോഷം. ആബി ഇന്നത്തെ മെനു വാ. ഇന്നത്തെ മെനു കാപ്പി, പിന്നെ സമൂസ, പിന്നെ ബ്രെഡ്. അതന്നെ. ഇവിടെ കൊറേ ഞങ്ങള് വന്ന സമയത്ത് കൊറേ
താറാവ് ഉണ്ടായിരുന്നേ. ആ താറാവുകളൊക്കെ ഈ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഇപ്പുറ വശത്ത് ഒരു പോണ്ടുണ്ട്. എല്ലാം കൂടെ ദേ അവിടെ കേട്ടോ. മഴ പെയ്യണ്ട കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. വേറെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ റാന്തലൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ക്ലിഫാട്ടോ ഇത് മൊത്തം. ഒരു ക്ലിഫ്. അതിൻ്റെ തീരത്ത് കുറേ സീറ്റൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. ഇത് ശരിക്കും ഫണ്ടി നാഷണൽ പാർക്കിൻ്റെ ഭാഗം തന്നെ കേട്ടോ. ആൽമയിലാണത്. എഡ്ജ് അണ്ടർ മൈൻഡ്. ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുക. അവിടെ കണ്ടോ എന്ത് താഴ്ച നോക്കി താഴെ. മണ്ണിടിച്ചു പോകുന്നറിയില്ല കേട്ടോ. ആ സീനില്ല. അവർ നിൽക്കണതേ അവിടെ കേട്ടോ, അങ്ങ് ദൂരെ. ഇവിടെ ഒരു ബെഞ്ചും സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആംബിയൻസിലിരുന്ന് ചായ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുക. അടിപൊളി ആംബിയൻസ്. മരം പറഞ്ഞതൊക്കെ ഒടിഞ്ഞ് കിടക്കുക കേട്ടോ. ഓ അതിൻ്റെ താഴത്തേക്ക് ഈ ബെഞ്ച് കിടക്കുന്നുണ്ട്. മണ്ണിടിഞ്ഞ് പോയെന്നോളേ. അടിപൊളി സ്ഥലം. ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ ആബി ഇന്ന് ഫുൾ ആക്റ്റീവ് കേട്ടോ. ആബി അത് കൂടെ ഓടിപ്പോയി നടക്കുന്നുണ്ട്. ഈ ചായ ആയിട്ട് ഇതില് എണ്ണ ചൂടായിട്ട് വേണം സമൂസ വറക്കാൻ. എന്നിട്ട് വേണം മുട്ട ഉണ്ടാക്കിയിട്ട് ബ്രെഡ് വെച്ച് സാൻഡ്വിച്ച്. റാന്തല് മാത്രമേ വന്നിട്ടുള്ളൂ. കിടക്കണായിരുന്നു. കിടക്കും കൂടി കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ എടാ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കാപ്പിടെ കുടിച്ചിട്ട് പോവാം. ഭയങ്കര തണുപ്പാണ്. എവിടെ പോയി സമൂസ വറക്കും? സമൂസ വറക്കണ്ട, നമുക്ക് ലവ് ഒസാക്ക ഹിബാച്ചി. അബി എന്തത്? ഞങ്ങളവിടെ പുഴയുടെ അവിടെ അല്ലേ വീട്. പുഴയുടെ അവിടെ വലിയ ദൂരമില്ല, ഒരു 5 മിനിറ്റ് വേണ്ട. അച്ഛനൊക്കെ ജനിച്ചു വളർന്നൊക്കെ ഭാഗത്തൊക്കെ. ചില സീസൺ ആകുമ്പോ അവിടെ കൊട്ടവെള്ളക്കാര് വരും. കൊട്ടവെള്ളക്കാര് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുതായിരിക്കും അച്ഛൻ കൊണ്ടുപോയിട്ട് കൊട്ടവെള്ളക്കാര് വന്നിട്ട് മീൻ പിടിച്ച് കരക്കി കയറ്റുമ്പോ നമ്മള് മേടിക്കാൻ പോകും. ചെല്ലുമ്പോ അവര് ഇതേമാതിരിയാ പുഴയുടെ കരയ്ക്ക് ഒരു പറമ്പില് തീയൊക്കെ കൂട്ടി ചായ ഒക്കെ വെച്ച് കഞ്ഞി ഉപ്പേരിയൊക്കെ വെച്ചിരിക്കണ്ടായിരിക്കും. അല്ലടി നമുക്ക് ഇച്ചിരി കാപ്പി ഇടാതെ ആ പെട്ടെന്ന് തിളയ്ക്കും. അധികം വേണ്ട. കാനഡയുടെ ഗ്രാമങ്ങളുടെ പ്രകൃതി ഭംഗിയിൽ ചെറുപ്പക്കാർ അതെ തണുത്ത് മരച്ച് പാണ്ടാരടങ്ങി. ഇത് കണ്ടിട്ടാണ് പിള്ളേരൊക്കെ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. വീടൊന്നുമില്ല. ഏറ്റവും പൗരാണിക വഴിയിലൂടെ ഇവിടുത്തെ കൊട്ടവളൊക്കെ അവിടെ ഇരുന്നു. അതല്ല അവിടൊക്കെ ആൾക്കാരൊക്കെ ഏത് കാണാൻ പറ്റുന്നില്ല. ആൾക്കാരാണ് ഇവിടെ തമ്പടിച്ചാണ് വിചാരിക്കും. നീ ഇച്ചിരി മാറിയിരുന്നു, നിന്നെ കാണുന്നതായി. ചായ പഞ്ചായത്ത് മാറ്റിക്കോ കിട്ടാ. എന്ത് ചിളക്കി
ഇളക്കില്ല വിരലിട്ടൊന്നും ഇളക്കായിരുന്നില്ല. കൊച്ചു നടക്കണില്ലേ ഞാൻ കൊച്ച് ഫുൾ മൂഡില്ല. ഏത് മൂഡ്? എന്റെ കൈ തണുത്തു അപ്പേ. ഗ്ലൗസ് ഇട്ട് കൊടുക്കാറില്ലേ? അത് മറന്നു വെച്ചല്ല അപ്പ, ക്യാമറ ക്യാമറ അവിടെ വെച്ചാൽ എടുത്തോണ്ട് വരാ. താങ്ക് യു. ക്യാമറയോ? മോനെ ആ കപ്പ് അന്ന് ചായയോട് മുട്ടി. ചായയോട് മുട്ടി. അയ്യോ വേറെ സീൻ. ഇത് അല്ല വെളിച്ചെണ്ണ ഉറച്ചു പോയി. വാശി പുകയ്ക്കൊ. നല്ലതാണ് ചായ. നോക്കട്ടെ. നിനക്ക് കാപ്പുണ്ടേ? ഉണ്ടോ? ആവി നിക്കട്ടോ, തിളച്ച വെള്ളം. വെയിറ്റ് നട. വേണ്ടേ? എക്സ്പോറോ? ആ സമൂസ കറക്റ്റ്. ഇത് ഹൈദരാബാദിയാ, ഇച്ചിരി എരിവുണ്ട്. കാപ്പി വന്നായിരുന്നല്ലേ? എല്ലാവരും റിവ്യൂ എടുക്കണം. അയ്യോ അയ്യോ ആബി, ആ അങ്ങോട്ട്. ആ സമൂസ കഴിച്ചു. ആ പറഞ്ഞു. സമൂസ എങ്ങനെയുണ്ട്? എരിവല്ലേ? സ്പൈസി അല്ലേ? നല്ല ക്രിസ്പി. കഴിച്ചോ? എനിക്കിഷ്ടല്ല, എനിക്ക് വേണ്ട. ഇഷ്ടല്ലേ? ആബിക്കാണോ സമൂസ? കാക്കോ? അതിന് എരിവുണ്ടടാ. സ്പൈസി സമൂസയാ. അടുത്തു ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഡിഷ്. എന്ത് പേര് വിളിക്കും? പേരൊന്നും കയ്യിലും കാണയൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങള് അതെ ഇത്ര ദാരിദ്ര്യം ആർക്കും ഉണ്ടാക്കല്ലേ ഭഗവാന്. ഇവിടെ കോലുണ്ടായിരുന്നല്ലോ, ഫ്രഷ് കോലുണ്ടായിരുന്നല്ലോ. സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ഫിംഗർ. ഇഷ്ടപ്പെട്ടോ? യമ്മാണോ? യമ്മ ചൂടുണ്ടാവോ? ആ മുട്ടയ്ക്ക്. ഇനി പാത്രം കഴുകണ്ടേ? വേസ്റ്റ് കളയണം, പാത്രം കഴുകണം. ഇതുണ്ടോ? വേസ്റ്റ് കളഞ്ഞാൽ മതി, മറ്റേ പാത്രം ഇങ്ങനെ കൊണ്ടുപോവാ. ഇവിടുത്തെ കാക്കരൊക്കെ ഉണ്ട്, എന്ത് വലിപ്പം നോക്കി. ഇത് പേടിയില്ല കേട്ടോ. ഞാനുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേ കാക്ക. ഓക്കെ, ആവിക്ക് കാക്കനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. കാക്ക ആ അതെ റാഞ്ചാവന്നെ, അതെ ഫുഡ് എടുക്കാൻ വന്നെ. ആവി നമ്മളെ ഫുഡ് എടുക്കാൻ വന്നെ കാക്ക. കാക്ക കാക്ക കാക്ക. നല്ല രസകരമായൊരു ദിവസമായിരുന്നു അല്ലേ ഇന്ന്? ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രെഡ് പെട്ടെന്നാക്കിയാലും അടിപൊളിയാ. അതെ, എല്ലാം പെട്ടെന്നായിരുന്നല്ലേ? എത്ര ആസ്വദിച്ചാണ് അത് കഴിക്കുന്നത് നോക്കും.
4 മണിക്കൂറായിട്ട് പട്ടി കഴിക്കുന്ന ഗൈസ്. ചുപ്പിട്ടത് ഉപ്പിലിരിക്കണേ, ഉപ്പിലിരിക്കണേ. നീ എന്ത് കഴിക്കാതെ? കഴിച്ചു പറഞ്ഞോ, ഓർണോ? ഏതൊരു കഷ്ണം കഴിച്ചു. മരവിച്ചിരിക്കല്ല, സ്ഥലത്ത് ഈ സാധനം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ്. അത് തമ്പനിയിലായിട്ട് കൊടുത്താൽ മതി. പോ നോക്ക്, ചുപ്പ് കൂടുതലുണ്ട്. ഒരു ആ കഷ്ണം കാക്ക എടുത്തിട്ട്, കാക്ക കുറച്ചു നേരം ഇവിടെ വന്ന. അതാ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോവാനാ. ആ കാക്ക എടുത്തോളൂ, കാക്ക ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചെടുത്തോ? അതല്ല ഇത് നിലത്ത് വീണത്. ഇത് എത്ര കാക്ക നോക്കിക്കണം നോക്കി അവിടെ. ഈ ബ്രെഡ് കഴിക്കും. എന്നാ നിങ്ങള് ഇതുണ്ടോ? കൈ കഴിവോ? നമ്മൾ പോണം നോക്കി എത്ര കാക്ക നിൽക്കണം അവിടെ. രണ്ട് കാക്ക നമ്മൾ കൊടുത്ത ഭക്ഷണം അന്തസ്സായിട്ട് കഴിക്കണം. ആബി നിന്റെ കാക്ക കളിക്കാൻ തീറ്റ കൊടുത്തിട്ടുണ്ട്. പോവാ. പോകുമ്പോ അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ എല്ലാ നാടകീയതകളും നാടകീയതകളും കഴിഞ്ഞ് പോകുന്നു. അതെ, അതുകൊണ്ടുണ്ട് അല്ല നമ്മൾ ഇവിടുന്ന് പോകുന്നു. നിത്യ സർപ്രൈസ് ആയിട്ട് ഇന്ന് ബർത്ത്ഡേയുടെ ചെലവ് ചെയ്യുന്നതാണ്. നമ്മൾ അതുകൊണ്ട് പേര് ഒസാക്ക ഹിബാച്ചി അവസാനം നേരത്തെ കാക്കിറച്ചിനെ കണ്ടല്ലേ പറഞ്ഞു.